വർക്കല പാപനാശത്ത് പുതുതായി നിർമ്മിച്ച ശൗചാലയം ഉദ്ഘാടനത്തിന് ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കിയെങ്കിലും ഇക്കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഇന്റർലോക്ക് ഉൾപ്പെടെ ഇടിഞ്ഞു താഴ്ന്ന നിലയിൽ. അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമായ വർക്കല പാപനാശത്ത് 1 കോടിയോളം രൂപ ചെലവിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പുതുതായി നിർമ്മിച്ചതാണ് പബ്ലിക് ശൗചാലയം. ശൗചാലയ നിർമ്മാണത്തിന് സമീപത്തെ കുന്നിടിച്ച് അശാസ്ത്രീയമായി മണ്ണെടുത്തതിൽ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. എന്നാൽ സമീപത്തെ കുന്നിടിഞ്ഞ് ശൗചാലയത്തിൽ പതിക്കുമോ എന്ന ആശങ്കയും ഇപ്പോൾ നാട്ടുകാർ പങ്കുവയ്ക്കുന്നു. ഇതിനകത്ത് ഒരു വലിയ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് കരുതുന്നു. കാരണം ഈ അവസാന ഘട്ടമായപ്പോൾ ഈ മലയിടിച്ചാണ് ഇവിടെ മണ്ണ് കൊണ്ടിട്ടത്. ആ മണ്ണെടുക്കുമ്പോൾ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് ഈ ഒരു നമ്മുടെ ടോയ്ലറ്റിൻ്റെ നിർമ്മാണ അവസാന ഘട്ടം ഉദ്ഘാടനം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഈ അവസ്ഥ, എന്നിട്ട് ഇത്രയും തുടങ്ങിയത് ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പ് ഈ ഒരു ഈ പാർക്കിംഗ് ഏരിയ കംപ്ലീറ്റ് ഇടിഞ്ഞു തന്നു. അതിൻ്റെ ഫൗണ്ടേഷൻ ഇടിഞ്ഞിട്ടുണ്ടോ എന്ന് ഇനി അറിയില്ല. എന്തായാലും ഇത്രയും വലിയൊരു അഴിമതി ഇതിനകത്ത് നടന്നിട്ടുള്ള സംശയിക്കുന്നു. അതിനെതിരെ ശക്തമായി പ്രതിഷേധത്തിന് നമ്മൾ BJP തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉടൻ ഇതിൻ്റെ അന്വേഷണം പ്രഖ്യാപിക്കണം. ശൗചാലയത്തിന്റെ നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടെന്നും പുനർപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വാർഡ് കൗൺസിലറും രംഗത്തെത്തി. 4 വർഷമായി ഇവിടുത്തെ ടോയ്ലറ്റിന്റെ പണി തുടങ്ങിയിട്ട് അവസാന ഘട്ടമായപ്പോഴത്തേക്ക് ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് ഇതിന്റെ ഉദ്ഘാടനം പോലും കഴിഞ്ഞിട്ടില്ല. ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് ഇതിന്റെ ഇന്റർലോക്ക് മുഴുവൻ ഇടിഞ്ഞു താഴ്ന്ന അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇതിന്റെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇതിന്റെ അവസ്ഥ എന്താകുമെന്ന് അറിയത്തില്ല. ചുറ്റുമുള്ള മതില് ഇടിഞ്ഞ് മണ്ണ് മൊത്തം ഇതിന്റെ ബാക്ക് വശത്ത് വീണുകൊണ്ടിരിക്കുകയാണ്. അന്ന് നാട്ടുകാർ തടഞ്ഞ് ഒരു പ്രക്ഷോഭം കഴിഞ്ഞിട്ടാണ് ഇത് വീണ്ടും ഇങ്ങനെ ഉണ്ടായത്. ശൗചാലയ നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടെന്നാരോപിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജി വെള്ളിക്കാലൻ മുന്നോട്ട് വന്നു. മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ മുമ്പ് ഒരു പാർക്കിംഗ് ഏരിയയും പൊതു ശൗചാലയവും ഉണ്ടായിരുന്നു. വിനോദസഞ്ചാരികൾ വരുന്നതും എല്ലാ വീക്കെൻഡിലും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നിയന്ത്രണത്തിന് അതീതമായ ആൾ വരുന്നൊരു ടൂറിസം മേഖലയാണ് പാപനാശം. അവർക്ക് ഒന്ന് ശൗചാലയത്തിൽ പോകണമെങ്കിൽ അതിനുള്ള സംവിധാനം പാപനാശ തീരത്തില്ല. ആ സ്ഥാനത്ത് ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 4 വർഷത്തിനിപ്പുറമായി ഒരു പുതിയ ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിൻ്റെ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അത് വളരെ അശാസ്ത്രീയമായാണ് ആ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ തന്നെ മലയും കുന്നും താഴ്വാരങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ട ഈ കാലഘട്ടത്തിൽ മല ഇടിച്ചു അശാസ്ത്രീയമായ ഒരു ബിൽഡിംഗ് പണിയുകയും ഏകദേശം ഇപ്പോൾ ഇനാഗുറേഷൻ ആവാറായെന്നാണ് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത ഏറ്റവും ഇതിൽ കിട്ടേണ്ട ആദ്യത്തെ മഴയിൽ തന്നെ ആ കെട്ടിടത്തിൻ്റെ സൈഡ് ഇൻ്റർലോക്കും മല ഇടിച്ചിലും ഒക്കെ സംഭവിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ നമ്മൾ വിചാരിക്കണം, ഇത് ഇത്രയും പൈസ മുടക്കി ഇങ്ങനൊരു കെട്ടിടം കെട്ടിയാൽ ഇനി ജനങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുമോ ഇല്ലെന്ന് അറിയണം. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നിർമ്മാണം പുനർപരിശോധിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഭാരത് വിഷൻ, വർക്കല.